ഹായ്. എല്ലാവർക്കും ദേഷ്യം വരാറുണ്ടല്ലേ? ദേഷ്യത്തെ മറികടക്കാനായിട്ട് നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം 1 2 മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ആ 1 2 മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആ ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു വികാരത്തിന്, ഒരു ഫീലിങ്ങിന് വളരെയധികം ഇമ്പാക്റ്റ് ജീവിതങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ? നമ്മൾ ചിലപ്പം ആ ദേഷ്യപ്പെടുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ആ പറയുന്ന വേർഡ്സുകൾ അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് ഈ നമ്മൾ പറയുന്ന ആളിൽ മാത്രമല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മളിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മുടെ പല കാര്യങ്ങളിലും അത് തടസ്സമായിട്ട് നിൽക്കും. നമുക്ക് മെൻ്റലി നമ്മൾ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തന്നെ. മറ്റുള്ളവരെ അല്ല, അതിൽ കൂടുതലുപരി നമ്മളെ തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ദേഷ്യം കൊണ്ടല്ല അവിടെ പ്രതികരിക്കാനുള്ളത്. നമ്മളോട് ഇനി എത്രയൊക്കെ തന്നെ വന്ന് നമ്മളോട് പെരുമാറിയാലും, നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു കഴിഞ്ഞാലും നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കുക. നമ്മൾ ആ ദേഷ്യം, ആ ഒരു ദേഷ്യം എന്നുള്ള ആ ഒരു വികാരത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉള്ളിലോട്ട് വെക്കാതെ തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവന്ന്, അതായത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു ദേഷ്യം എന്ന് പറയുന്ന വികാരം, അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതൊന്ന് മെൽട്ടാക്കി കളയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് ഏറ്റവും നല്ല ഒരു ഉപാധി എന്ന് പറയുന്നത് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പുറത്തു കൊടുക്കുക എന്നുള്ളത്, നമ്മളൊന്ന് സൈലൻ്റ് ആവുക എന്നുള്ളത്. അതിനേക്കാളും അപ്പുറത്തോട്ട് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ഇത് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന ആളിനോടല്ല നിങ്ങൾ പ്രതികാരം ചെയ്യുന്നത്, നിങ്ങളോട് തന്നെ നിങ്ങൾ പ്രതികാരം ചെയ്യുവാണ്. അതായത് നിങ്ങളെയാണ് നിങ്ങൾ ഹർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഓർക്കുക, എപ്പോഴും ദേഷ്യം ഒരു നല്ല ഒരു ഫീലിംഗ് അല്ല. അത് ഒഴിവാക്കുക തന്നെ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ദേഷ്യം വേണ്ടേ വേണ്ട. നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.